നിർണായകമായ ചില വാർത്തകൾ കൂടി ദേശീയ തലത്തിൽ നിന്ന് വരുമ്പോൾ അതിലേറെ ശ്രദ്ധേയമായി നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കണമെന്നുള്ള മുന്നറിയിപ്പുമായി കരസേനാ മേധാവി രംഗത്ത് വന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് കൃത്യമായ നിലപാട് അറിയിച്ചത്. ചരിത്രത്തിന്റെയും ഭൂമിശാസ്ത്രത്തിന്റെയും ഭാഗമായി തുടരണമോ വേണ്ടയോ എന്ന പാകിസ്ഥാന് തന്നെ തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്രവാദികളെ സംരക്ഷിക്കുകയും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ള പാക് നിലപാടിനെ കുറിച്ച് സേനാ സംവാദിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീവ്രവാദത്തെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പാണ് കരസേനാ മേധാവി നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ തീവ്രവാദികളെ സംരക്ഷിക്കുകയാണെങ്കിൽ, ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെയും ചരിത്രത്തിന്റെയും ഭാഗമാകണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കണമെന്നാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞത്. I think that's in the domain of classified information. But I think if you have heard me earlier, what I have said that Pakistan, if it continues to harbor terrorists and operate against India, then they have to decide whether they want to be part of the geography or history or not. സേനാ സംവാദിൽ സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ് ഭാരതം സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് കരസേനാ മേധാവിയുടെ വാക്കുകൾ. ഭീകരവാദത്തെ സംരക്ഷിക്കുന്ന സമീപനം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് കരസേനാ മേധാവി നൽകിയിരിക്കുന്നത്. ജനം, ഡൽഹി.